2026 വർഷത്തിനെ വലിയ ആവേശത്തോടു കൂടി നമ്മൾ സ്വീകരിച്ചു. ഇതേ ആവേശത്തോടു കൂടി 2026 അവസാനിക്കുമോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് അഡോൾഫ് ഹിറ്റ്ലർ തന്നെയാണോ? അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ പുനർജന്മമാണോ ഡൊണാൾഡ് ട്രംപ് എന്ന് പോലും പറയുന്നവരുണ്ട്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താണ് ഈ പറഞ്ഞു വരുന്നത് എന്നോർക്കും. ഞാൻ ഈ കഥ കുറച്ച് പിന്നിലേക്ക് കൊണ്ടുപോകാം. അതായത് 1939 ഒരു വലിയ സംഭവം നടക്കുന്നു. അതായത് ഒരു ഭരണാധികാരി ഒരു സുപ്രഭാതത്തിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുന്നു. ഐ എം ഗോയിങ് ടു മേക്ക് ജർമ്മനി ഗ്രേറ്റ് അഗെയിൻ. ജർമ്മനിയെ ഞാൻ മഹത്വത്തിലേക്ക് എത്തിക്കുവാൻ പോകുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിക്കുണ്ടായ അപമാനം, നാണക്കേട്, ഇതിൽ നിന്നെല്ലാം ഞാൻ ജർമ്മനിയെ ഉയർത്താൻ പോകുന്നു. ഈ മനുഷ്യൻ ചെയ്തത് എന്താണെന്നറിയോ? തൊട്ടടുത്ത രാജ്യമായ പോളണ്ടിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അതുകൊണ്ട് ആ മനുഷ്യന് തൃപ്തിയായില്ല. ആ വിജയത്തിൽ നിന്നും ഇൻസ്പിറേഷൻ നേടിക്കൊണ്ട് അടുത്ത രാജ്യമായ ഡെൻമാർക്കിനെയും ഈ മനുഷ്യൻ ആക്രമിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തുടക്കത്തിനെക്കുറിച്ചാണ്. അഡോൾഫ് ഹിറ്റ്ലർ എന്ന് പറഞ്ഞ മനുഷ്യനെക്കുറിച്ചാണ്. കഴിഞ്ഞ ആഴ്ച ജനുവരി 2026 തുടക്കത്തിൽ തന്നെ സംഭവിച്ചത് എന്താണ്? ഡൊണാൾഡ് ട്രംപ് എന്ന് പറഞ്ഞ മനുഷ്യൻ വെനിസ്വേല എന്ന് പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിനെ ഒറ്റ രാത്രി കൊണ്ട് അവിടുത്തെ പ്രസിഡന്റിനെയും ആ രാജ്യത്തെയും പിടിച്ചെടുത്ത് അമേരിക്കയായിരിക്കും ഇനി ആ രാജ്യം റൺ ചെയ്യുക എന്ന് പറഞ്ഞു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അതുകൊണ്ടൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഒരു പുതിയ അനൗൺസ്മെൻറ്റ് നടത്തി. ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള, മുൻപ് പറഞ്ഞ ഡെൻമാർക്കിൻ്റെ തന്നെ, ഹിറ്റ്ലർ കണ്ണുവെച്ച ഡെൻമാർക്കിൻ്റെ നിയന്ത്രണത്തിലുള്ള ഗ്രീൻലാൻഡിനെ നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊരു അനൗൺസ്മെൻറ്റും കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഇറാനിലും അത്തരത്തിലുള്ളൊരു നടപടിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് ലോകം നോക്കിക്കാണുന്നു. ഡൊണാൾഡ് ട്രംപിൻ്റെ ലക്ഷ്യം അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ തന്നെ ലക്ഷ്യമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നിങ്ങളെയും എന്നെയും നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു പുതിയ ലോകക്രമമാണോ 2026 ഒരുപക്ഷെ ഉരുത്തിരിഞ്ഞു വരാൻ പോകുന്നത് എന്ന് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആണ് എന്നുള്ളത് ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. രസകരമായ ഒരു കാര്യം ഇതിൻ്റെ പിന്നിലുണ്ട്. അഡോൾഫ് ഹിറ്റ്ലർ മരിക്കുന്നത് 1945 ഡൊണാൾഡ് ട്രംപ് ജനിക്കുന്നത് 1946. ഇത് രണ്ടും കൂടി ഒന്ന് കൂട്ടി വായിച്ച് നോക്കാം. എന്താണ് ഇനി ലോകത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം.